മാത്യു മുളവേലിലച്ചന്റെ പുത്തൻ കുർബാനയിൽ അഭിവന്ദ്യ സിൽവാനോസ് പിതാവിന്റെ പ്രസംഗത്തിൽ നിന്ന്. മാത്യു മുളവേലിലച്ചൻ പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ അഭിഷേകത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ബലിയർപ്പണം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്രകാരമുള്ള ഒരു അഭിഷേകത്തിൻ്റെ നിമിഷത്തിൽ നാം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഈ പൗരോഹിത്യം എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണത് ഇന്നും തുടരുന്നത്, ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ദൈവശാസ്ത്ര ചിന്ത നാം അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. രണ്ട് കാര്യങ്ങളാണ് പത്രോസ് പറഞ്ഞത്. ഒന്നാമതായി, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച, പിതാവ് എന്നുണ്ടോ അന്നു മുതൽ തന്നെ അനാദിയിലെ നീ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ പുത്രനാണ്. രണ്ടാമതായിട്ട് പത്രോസ് പറഞ്ഞത് നീ മിശിഹായാണ് എന്നാണ്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ. പഴയ നിയമത്തിൽ 3 കൂട്ടരെയാണ് അഭിഷേകം ചെയ്തിരുന്നത്: പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും. അപ്പോൾ പഴയ നിയമത്തിലെ അഭിഷേകം ലഭിച്ച 3 വ്യക്തികൾ, അവരുടെ മകുടമായിരിക്കും വരാനിരിക്കുന്ന അഭിഷിക്തൻ മിശിഹ. അതുകൊണ്ട് അവർ മിശിഹായെ കാത്തിരുന്നു. ഏലിയായേക്കാൾ വലിയ പ്രവാചകൻ, അഹ്റോനേക്കാൾ വലിയ പുരോഹിതൻ, ദാവീദിനേക്കാൾ വലിയ രാജാവ്. മിശിഹ കടന്നു വരും. അവൻ മഹാപുരോഹിതനും മഹാരാജാവും അവൻ മഹാപ്രവാചകനുമായിരിക്കും. ഇപ്രകാരം യഹൂദജനം കാത്തിരുന്ന മിശിഹായാണ് നസ്രത്തിലെ യേശു എന്ന് പത്രോസ് ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു മിശിഹായാണെന്ന് പറയുമ്പോൾ എന്താണത് അർത്ഥമാക്കുന്നത്? യേശു അനാദിയിൽ പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ യേശു പിതാവിൽ നിന്നും അഭിഷേകം ലഭിച്ചവനാണ്. അവൻ പ്രവാചകനും പുരോഹിതനും രാജാവുമായി പിതാവിൽ നിന്നും അഭിഷേകം ലഭിച്ചവനാണ്. അതുകൊണ്ട് ദൈവപുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ അവൻ മിശിഹായാണ്. അവൻ പ്രവാചകനും പുരോഹിതനും രാജാവുമാണ്. അതുകൊണ്ടാണ് യേശുവിനെ നിത്യപ്രവാചകൻ, നിത്യപുരോഹിതൻ, നിത്യരാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിന് ലഭിച്ച, ദൈവപുത്രന് ലഭിച്ച ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം, യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ അനാദിയിൽ പിതാവിൽ നിന്ന് ജനിച്ച ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിന് ഈ 3 ദൗത്യങ്ങൾ ഫലമേൽപ്പിക്കുകയുണ്ടായി. ഇപ്രകാരം കാണുന്നുണ്ട്, ആദത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതിന് ശേഷം അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി എന്ന് പറയുമ്പോൾ ഈ അഭിഷേകം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആദത്തെ പ്രവാചകനും പുരോഹിതനും രാജാവുമായി പർദീസായിൽ വാഴിച്ചു. ദുഃഖവെള്ളിയാഴ്ചയുടെ 3-ാം മണിയുടെ പ്രമേൽ സദറായിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആദത്തെ അവൻ പർദീസായിൽ പ്രവാചകനും പുരോഹിതനും രാജാവുമായി വാഴിച്ചു. എന്നാൽ ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു, ഈ പ്രസാദവരം നഷ്ടപ്പെട്ടു, മഹത്വത്തിൻ്റെ അങ്കി അവന് നഷ്ടപ്പെട്ടു. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നടത്തുവാൻ ആദത്തിന് ആത്മീയമായ കഴിവില്ലാതെ അഭിഷേകം നഷ്ടപ്പെട്ടവനായി. എന്നാൽ ദൈവം ആദത്തെയും ആദാമിൻ്റെ സന്തതി പരമ്പരയെ ഉപേക്ഷിച്ചില്ല. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവം പഴയ നിയമത്തിലൂടെ പദ്ധതി ഒരുക്കി. അവസാനം മോശയെ പ്രത്യേകം തിരഞ്ഞെടുത്ത് സീനായി മലയിലേക്ക് വിളിച്ച് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മോശയെ ഫലമേൽപ്പിച്ചു. പട്ടണത്തിൻ്റെ അന്ന് നമ്മൾ പാടുകയുണ്ടായി, സീനായി മലമേലാഗതനായി കൈവപ്പേകി മൂശയ്ക്കായി മൂശ തുടർന്ന് അഹ്റോനേകി യൂഹാനോൻ വരെയും വന്നു. മോശയെ മലയുടെ മുകളിലേക്ക് വിളിച്ച് ഈ അഭിഷേകം കൊടുത്തു. പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി മോശയ്ക്ക് ഈ അഭിഷേകം കൊടുത്തു. മോശ അത് അഹ്റോന് കൊടുത്തു. അഹ്റോൻ മുതൽ യൂഹാനോൻ വരെ, യോഹന്നാൻ സ്നാപകൻ വരെ ഈ പ്രവാചക
പുരോഹിത രാജകീയ ദൗത്യം പഴയ നിയമത്തിൽ നിലനിന്നു. മോശ പാപം ചെയ്ത ആദാമിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ, മനുഷ്യവംശത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ പൂർണ്ണമായി ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം സ്വീകരിക്കുവാൻ മോശയ്ക്ക് സാധ്യമായിരുന്നില്ല. ഭാഗികമായിട്ടാണ് മോശയ്ക്ക് ഇത് ലഭിച്ചത്. അതുകൊണ്ട് യോഹന്നാൻ വരെ നിലനിന്നിരുന്ന ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഭാഗികമായിരുന്നു. യോഹന്നാൻ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ യേശു ആദ്യമായി കടന്നു വരുന്ന യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാന് മനസ്സിലായി, യഥാർത്ഥ പുരോഹിതനും പ്രവാചകനും രാജാവുമായവൻ കടന്നു വരുന്നു. അപ്പോൾ യോഹന്നാൻ യേശുവിനെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് യോർദാൻ നദിയിൽ വെച്ച് യേശുവിൻ്റെ ശിരസിൽ കൈവച്ചു. പ്രമിൻസത ഇപ്രകാരം പറയുന്നുണ്ട്, വന്ധ്യാസുതൻ്റെ കരങ്ങൾ നിന്റെ ശിരസിന്മേൽ വെച്ച് നീ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ മേടിച്ചു. യോഹന്നാൻ സ്നാപകൻ തനിക്ക് ലഭിച്ച ഈ ഭാഗികമായ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശുവിനെ തിരികെ ഫലമേൽപ്പിച്ചു. അതോടുകൂടി ഇസ്രായേലിൽ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഇല്ലാതായി. യേശുവിന് ശേഷം അവിടെ പ്രവാചക ദൗത്യമോ പുരോഹിത ദൗത്യമോ രാജകീയ ദൗത്യമോ നിറവേറ്റപ്പെട്ടില്ല. ജെറുസലേം ദേവാലയത്തിൽ നിന്നും മൂകജന്തുക്കളെ കൊല്ലുന്ന ബലിയർപ്പണമില്ലാതായി, ചാരം വെതർ നിർത്തപ്പെട്ടു. പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു യോഹന്നാനിൽ നിന്നും തിരികെ വാങ്ങിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്നും ഈ 3 ദൗത്യങ്ങളും യേശു തിരികെ വാങ്ങിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഈ ദൗത്യം തിരികെ വാങ്ങിച്ചതിന് ശേഷം ഈ ദൗത്യം അപ്പസ്തോലന്മാർക്ക് ഭരമേൽപ്പിക്കുകയാണ്. യേശു പർദീസായിൽ ആദിമാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ആദത്തെ രൂപീകരിച്ച് അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതിയതുപോലെ യേശു തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, പരസ്യജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തെ പുതുസൃഷ്ടിയാക്കി രൂപാന്തരീകരിച്ചതിന് ശേഷം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉദ്ധിതനായ കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പർദീസായിൽ ആദത്തിൻ്റെ മൂക്കിലേക്ക് ഊതിയ ജീവൻ്റെ ശ്വാസം യേശു തമ്പുരാൻ അപ്പസ്തോലന്മാരെ വിളിച്ച് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെ ഫലമേൽപ്പിക്കുകയാണ്. അങ്ങനെ അപ്പസ്തോലന്മാർക്ക് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയുണ്ടായി. അപ്പസ്തോലന്മാർ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തൻ്റെ പിൻഗാമികൾക്ക് നൽകുകയാണ്. അങ്ങനെ അപ്പസ്തോലൻ്റെ പിൻഗാമിയായ മെത്രാൻ 26-ാം തീയതി മാത്യു മുളവേലിൽ അച്ഛന് ശിരസിന്മേൽ ഊതിക്കൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നൽകി. ഏവെങ്കിലും വായിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മെത്രാൻ ഓരോ ശമാസിൻ്റെയും ശിരസിന്മേൽ ഊതിക്കൊണ്ടാണ് ഈ പൗരോഹിത്യം നൽകുന്നത്. ആദത്തിന് കൊടുത്ത പൗരോഹിത്യം, ഭാഗികമായി മോശയ്ക്ക് കൊടുത്ത പൗരോഹിത്യം, യോഹന്നാനിൽ നിന്നും തിരികെ വാങ്ങിച്ച പൗരോഹിത്യം, ഇതാ അപ്പസ്തോലന്മാർക്ക് കൊടുത്ത പൗരോഹിത്യം. ആ പൗരോഹിത്യം ഇന്ന് 2024 ഡിസംബർ 26-ന് മുളവേലിൽ മാത്യു ശമാസിന് നൽകപ്പെട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മാമോദീസായിലും ഇതേ ദൗത്യം നൽകപ്പെടുന്നുണ്ട്. മാമോദീസായിൽ ശിരസിൻ്റെ മേൽ ഊതുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുരോഹിതന് ശിരസിൻ്റെ മേൽ ഊതും, കുഞ്ഞിൻ്റെ ശിരസിൽ ഊതും. പുരോഹിത രാജകീയ പ്രവാചക ദൗത്യം ഓരോ ശിഷ്യനെയും ഏൽപ്പിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട ലേഖനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. അപ്പോൾ എല്ലാ മാമോദീസ സ്വീകരിച്ചവരും പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നവരെല്ലാവർക്കും പ്രവാചക പുരോഹിത രാജകീയ ദൗത്യമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശുശ്രൂഷ പൗരോഹിത്യം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തലമുറകളായി നിൽക്കുന്ന ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം, യേശുവിൻ്റെ ഈ 3 ദൗത്യങ്ങൾ, ത്രിവിധ ദൗത്യങ്ങൾ പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നയിക്കാനുമുള്ള ഈ ത്രിവിധ ദൗത്യങ്ങൾ സഭ ഇന്ന് ഈ വൈദികനെ ഭരമേൽപ്പിക്കുകയാണ്. പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നയിക്കാനും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. പഠിപ്പിക്കാനുള്ള ദൗത്യമാണ്. യേശു പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ.
വിശ്രുബാൻ അർപ്പിക്കാനുള്ള ദൗത്യമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. അത് രാജകീയ ദൗത്യമാണ്, ശുശ്രൂഷയ്ക്കുള്ള ദൗത്യമാണ്. മാത്യു മുളവേലിൽ അച്ഛൻ ഈ ത്രിവിധ ദൗത്യങ്ങളാണ് തൻ്റെ പൗരോഹിത്യത്തിലൂടെ നിർവഹിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലങ്കര കുർബാനയിൽ പുരോഹിതൻ 2 കാര്യത്തിനെ പടിഞ്ഞാട്ട് തിരിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 കാര്യത്തിനെ പുരോഹിതൻ കുർബാന മധ്യേ പടിഞ്ഞാട്ട് തിരിയത്തുള്ളൂ. എന്തിനൊക്കെ ആയിരിക്കാം? പല കാര്യങ്ങൾക്ക് തിരിയും. വേദപുസ്തകം വായിക്കാൻ തിരിയും, പ്രസംഗിക്കാൻ തിരിയും, ആശീർവാദം കൊടുക്കാൻ തിരിയും, സമാധാനം കൊടുക്കാൻ തിരിയും, വിശ്രുബാന കൊടുക്കാൻ തിരിയും. പക്ഷേ ജനത്തിന് 2 കാര്യത്തിനാണ് പുരോഹിതൻ ജനത്തെ ഫേസ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിലും തിരിയും, ദൈവത്തിന് വല്ലതും തരാനുണ്ടെങ്കിലും തിരിയും. അപ്പം പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ തരാനുണ്ടെങ്കിലോ മാത്രമേ തിരിയത്തുള്ളൂ. എന്താണ് പറയാനുള്ളത്? അതാണ് വിശുദ്ധലിഖിത വായനയും വചനത്തിൻ്റെ വ്യാഖ്യാനവും. എന്തൊക്കെയാണ് തരാനുള്ളത്? ആശീർവാദവും സമാധാനവും വിശ്രുബാനയും. അതെല്ലാം ദൈവം തന്നെ തരികയാണ് പുരോഹിതനിലൂടെ. അപ്പോൾ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുമ്പോൾ പുരോഹിതൻ ദൈവത്തിന് പകരക്കാരന്. എന്നാൽ പുരോഹിതൻ ജനത്തോടൊന്നിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ ജനത്തിൻ്റെ പകരക്കാരന്. അപ്പോൾ ജനത്തിനും ദൈവത്തിനും ഇടയിൽ പകരക്കാരനായിട്ട് നിൽക്കുന്ന മീഡിയേറ്ററാണ് പുരോഹിതൻ. ഇടനിലക്കാരനാണ്, മധ്യസ്ഥനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ് പുരോഹിതൻ ഈ മദ്ബഹായുടെ പടികൾ ചവിട്ടിക്കയറുന്നത് സീനായി മലയിലേക്ക് മോശ കയറിയതിൻ്റെ പ്രതീകമായിട്ടാണ് സഭ വ്യാഖ്യാനിക്കുന്നത്. ജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് ഈ സീനായി മലയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് അഴിക്കകം കണ്ടോ വേലിക്കെട്ട് തിരിച്ചിരിക്കുകയാണ്. ആരും സീനായി മലയെ സ്പർശിക്കരുത്, അതിവിശുദ്ധ സ്ഥലം. ജനത്തിനെ താഴെ നിർത്തിയിട്ട് ജനത്തിൻ്റെ പകരക്കാരനായി ജനത്തിൻ്റെ സുഖദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ഈ പുരോഹിതൻ സ്വയം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ എപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമോ ജനത്തിനു വേണ്ടി, ജനത്തിനു മാധ്യസ്ഥം വഹിക്കാൻ മോശയെപ്പോലെ ദൈവസന്നിധിയിലേക്ക് കയറി ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരോഹിതൻ ഒരേ സമയം ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുകയാണ്. ജനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കും. ദൈവത്തിനും ജനത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഇടനിലക്കാരൻ. പുരോഹിതൻ ഇടനിലക്കാരനെന്ന് പറയുമ്പോൾ ഒരേ സമയം ദൈവത്തെ അറിയാവുന്നവനും ജനത്തെ അറിയാവുന്നതിനുമായിരിക്കണം. നമ്മളൊരാളെ 2 വ്യക്തികൾ തമ്മിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊരു ഇടനിലക്കാരനെ വെക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ. 2 കൂട്ടർക്കും അറിയാവുന്ന വ്യക്തിയാണ് മധ്യസ്ഥനായിട്ട് വെക്കുക. 2 കൂട്ടർക്കും ഒരുപോലെ അറിയാവുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഇടനിലക്കാരനായിട്ട് വെക്കുക. പുരോഹിതൻ ഇടനിലക്കാരനായിട്ട് നിൽക്കുമ്പോൾ അവൻ ദൈവത്തെ അറിയുന്നവനാകണം. ദൈവത്തെ ഓരോ ദിവസവും അറിയുന്നവനും, ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ചവനും, ദൈവത്തിൻ്റെ വെളിപാടുകൾ തിരിച്ചറിയുന്നവനും, ദൈവത്തെ ജനത്തിന് കൊടുക്കാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തെ അറിയുന്ന പുരോഹിതൻ. അതേസമയം തന്നെ അവൻ ജനത്തെ അറിയാവുന്നവനുമായിരിക്കണം. ജനത്തിൻ്റെ സുഖദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ തന്നെ ഏൽപ്പിക്കുന്ന ഇടവജനത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും അറിയാവുന്ന പുരോഹിതൻ. ആടിൻ്റെ മണമുള്ള ഇടയൻ, എല്ലാ വിധത്തിലും ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുരോഹിതൻ. അപ്രകാരം പുരോഹിതൻ ജനത്തിനു വേണ്ടി ഈ മദ്ബഹായിൽ കടന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ എത്ര അതിമനോഹരമായ ശുശ്രൂഷയാണ് പൗരോഹിത്യം. ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന അതിമനോഹരമായ പൗരോഹിത്യം എന്ന ശുശ്രൂഷ മറ്റാർക്കും നിർവഹിക്കാൻ സാധിക്കുകയില്ല. അനാദിയിൽ ദൈവപുത്രന് നൽകപ്പെട്ട ഈ പ്രവാചക പുരോഹിത ദൗത്യം ഇന്നും സഭയിൽ ഈ പൗരോഹിത്യത്തിലൂടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചാനൽ ചർച്ചയിലും മറ്റു വേദികളിലുമൊക്കെ പൗരോഹിത്യത്തെ ചവിട്ടിത്താഴ്ത്തുന്നുണ്ടെങ്കിൽ, ഉറകട്ട് ഉപ്പാട്ട് വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളുടെ കുറവാണ്. ഒന്ന്, പുരോഹിതൻ ദൈവത്തെ അറിയാൻ മറന്നുപോകുന്നു. ഒന്ന്, പുരോഹിതൻ ജനത്തെ അറിയാൻ മറന്നുപോകുന്നു. ഈ 2 യാഥാർത്ഥ്യങ്ങളും ദൈവത്തെയും ജനത്തെയും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അവരിടയിൽ നിന്നുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിരന്തരം ചെയ്യുന്ന പൗരോഹിത്യം ഏത് കാലത്തും സ്വീകരിക്കപ്പെടും. ഒരാളും തള്ളിപ്പറയുകയില്ല, ഒരാളും അതിനെതിരെ എതിര് പറയുകയില്ല.
തീർച്ചയായിട്ടും മാത്യു മുളവേൽ കൊച്ചച്ഛൻ ഇന്ന് ഈ മധ്യസ്ഥം വഹിക്കുമ്പോൾ, ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഈ മധ്യസ്ഥം വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ അഭിഷേകമാണ്, യാതൊരു സംശയവുമില്ല. ഈ ഒരു കാലഘട്ടം അത്ര എളുപ്പമുള്ള കാലഘട്ടമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്നെ ഏൽപ്പിക്കുന്ന ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കണം, അവർക്ക് ദൈവത്തെ കൊടുക്കുന്നതിന്, അവരുടെ സുഖദുഃഖങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന് ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബിനു ശമാശൻ എന്നോടൊപ്പം ഒരു വർഷം കാതുലിക്കേറ്റിൽ റീജൻസി ചെയ്തതാണ്. അച്ഛനുമായിട്ട് വളരെ സ്നേഹബന്ധം എൻ്റെ ഉള്ളിലുണ്ട്. മാതാപിതാക്കളുമായിട്ടും ആ കുടുംബമായിട്ടും ഒക്കെ എനിക്ക് ആഴപ്പെട്ട സ്നേഹമുണ്ട്. ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ഈ കൊച്ചച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം നമ്മുടെ പ്രാർത്ഥനയെ ബലപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കൊച്ചച്ഛന് എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ഞങ്ങൾ നാമത്തിൽ തന്നെ ആമേൻ.